വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ എഗ് കബാബ് ആണ്. പത്ത് കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അര സ്പൂൺ കുരുമുളക് പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അത് പ്രഷർ കുക്കറിലേക്ക് ഇടാം. അല്പം വെള്ളം ഒഴിക്കാം. ഇനി ഒരു 2 വിസില് മീഡിയം ഫ്ലെയിമിൽ വരുത്താം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാം. പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു വലിയ സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർക്കാം. 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് വേപ്പില ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ചിക്കനിലും ഉപ്പിട്ടതാണ്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ഇനി നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയും പച്ചമുളക് വേപ്പിലേക്ക് ഒന്നും കൂടെ ഒന്ന് വഴന്ന് വരാനുണ്ട്. ഒന്നും കൂടെ ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. സവാള, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇടിച്ച മുളക് ചേർക്കാം. അര ടീസ്പൂൺ ഗരം മസാല. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം മുളകൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച ചിക്കൻ നമ്മൾ മിക്സിയിൽ അടിച്ചതാണൊന്ന്, അതും കൂടെ ഒന്ന് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർക്കാം. ഇത് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്, ഉപ്പും ചേർത്തതാണ്. അപ്പം അതുകൊണ്ട് ഇതിലേക്ക് ഇനി ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് അത് മാറ്റി വയ്ക്കാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് 2ആയി മുറിക്കാം. വേണമെങ്കിൽ മുട്ട 4ആക്കാവുന്നതുമാണ്. ഇനി ഒരു മുട്ട കുറച്ച് ഉപ്പിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മുട്ട ഉള്ളിൽ വെച്ച് ചിക്കൻ പുറമേയും വെച്ച് നമുക്കിതെല്ലാം കബാബ് ഷേപ്പിൽ ഒന്ന് സ്റ്റഫ് ചെയ്യാം. ഫുള്ളി ഒന്ന് കവറാക്കാം ചിക്കൻ്റെ നമ്മൾ ആ കൂട്ടുകൊണ്ട് മുട്ട ഉള്ളിലാക്കിയിട്ട്. ഇപ്പം പകുതി മുട്ട എടുത്തുകൊണ്ടാണ് ഇത്ര വലിയ സൈസ്. ഇപ്പം നമ്മൾ 1/4 മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ചെറുതായിട്ടിരിക്കും. ഇങ്ങനെ എല്ലാം കബാബ് ഷേപ്പ് ആക്കാം. ഇപ്പം എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഷേപ്പ് ചെയ്ത കബാബ്സും മുട്ട മിശ്രിതത്തിൽ മുക്കി നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇനി അത് ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെയെല്ലാം ഇതുപോലെ കബാബ് ഷേപ്പ് ആക്കി എടുക്കാം. ഇപ്പം എല്ലാം ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഓരോ കബാബ്സും ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞെങ്കിൽ ഇനി ഒന്ന് മറിച്ചിടാം. ഇപ്പം എല്ലാ കബാബ്സും നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അത് ഊറ്റിയെടുക്കാം. ഇനി ഊറ്റിയെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇപ്പോൾ നമ്മളുടെ ചിക്കൻ എഗ് കബാബ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.